ജാക്മയുടെ വിജയകഥയെക്കുറിച്ചാണ് നമ്മൾ ഓരോ വീഡിയോയിലൂടെയും കണ്ടുകൊണ്ടിരിക്കുന്നത്. 1995-ൽ ജാക്മ ഒരു ട്രാൻസ്ലേഷൻ കമ്പനി നടത്തി വരികയായിരുന്നു. ഈ കമ്പനിക്ക് ക്ലയന്റുകളെ ലഭിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടേറിയ കാര്യമായിരുന്നു. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് അദ്ദേഹത്തിന് അമേരിക്കയിലേക്ക് പോകാനുള്ള ഒരു അവസരം ലഭിക്കുന്നത്. അമേരിക്കയിൽ പോയി വന്നതിന് ശേഷമാണ് ഇന്റർനെറ്റ് എന്നാൽ എന്താണ്, വെബ്സൈറ്റ് എന്നാൽ എന്താണ് എന്നൊക്കെ അദ്ദേഹം മനസ്സിലാക്കുന്നത്. തന്റെ സ്ഥാപനത്തിനായി ഒരു വെബ്സൈറ്റും അദ്ദേഹം ആരംഭിച്ചു. വെബ്സൈറ്റ് തുടങ്ങി വെറും 5 മണിക്കൂറിനുള്ളിൽ തന്നെ അദ്ദേഹത്തിന്റെ കമ്പനിക്ക് 5 ക്ലയന്റുകളെ ലഭിക്കുകയുണ്ടായി. അപ്പോഴാണ് ഈ ഇന്റർനെറ്റിന്റെ പവർ എന്താണെന്ന് അദ്ദേഹം തിരിച്ചറിയുന്നത്. ഇന്ന് ഒട്ടുമിക്ക ആളുകൾക്കും ഡിജിറ്റൽ മാർക്കറ്റിനെ കുറിച്ച് നന്നായി അറിയാമല്ലോ. അത് അന്നത്തെ കാലഘട്ടത്തിൽ തന്നെ അദ്ദേഹം കൃത്യമായി മനസ്സിലാക്കിയിരുന്നു. അതുകൊണ്ട് നമ്മൾ ഇനിമേൽ ഇന്റർനെറ്റുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു ബിസിനസ് ആരംഭിക്കണമെന്ന് കരുതി അദ്ദേഹം പുതിയ ബിസിനസ് തുടങ്ങി. അത് ഏത് ബിസിനസ് ആണ്, അതിലൂടെ അദ്ദേഹം എങ്ങനെയാണ് ചൈനയിലെ 1ാമത്തെ ധനികനായി മാറിയതെന്നാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത്. ജാക്മ അമേരിക്കയിൽ നിന്ന് തിരികെ എത്തിയതിനു ശേഷം ഇതുപോലെ ഞാൻ എൻ്റെ അധ്യാപക ജോലി ഉപേക്ഷിക്കാൻ പോവുകയാണ്, ഞാൻ ഇന്റർനെറ്റ് സംബന്ധമായ ഒരു പുതിയ ബിസിനസ് ആരംഭിക്കാൻ പോവുകയാണെന്ന് തന്റെ ഭാര്യയോട് പറഞ്ഞു. എന്നാൽ ജാക്മയുടെ ഭാര്യ ഇതിന് ഒട്ടും സമ്മതിച്ചില്ല. ജാക്മ തന്റെ സുഹൃത്തുക്കളോടൊപ്പം ഇതിനെക്കുറിച്ച് സംസാരിച്ചു. ഏകദേശം തന്റെ 20 സുഹൃത്തുക്കളെ വീട്ടിലേക്ക് ക്ഷണിച്ചു വരുത്തി എല്ലാവരോടും ഈ കാര്യത്തെക്കുറിച്ച് വിവരിച്ചു. എന്നാൽ ജാക്മയുടെ സുഹൃത്തുക്കളിൽ ആർക്കും തന്നെ ഈ ഒരു ആശയം ശരിയെന്ന് തോന്നിയില്ല. നീ ഇപ്പോൾ നല്ലൊരു അധ്യാപക ജോലി നോക്കിക്കൊണ്ടിരിക്കുകയാണ്, അതിന്റെ കൂടെ ഒരു ബിസിനസ് നന്നായി ട്രാൻസ്ലേഷൻ കമ്പനി ഒരുവിധം നന്നായി പോകുന്നുണ്ട്. ഇപ്പോൾ ഇത് എന്തിനാണ് ഒരു പുതിയ ഇന്റർനെറ്റ് ബിസിനസ്? ഇന്റർനെറ്റ് എന്നാൽ എന്താണെന്ന് പോലും ആർക്കും അറിയില്ല. ഇതൊന്നും ഇപ്പോൾ വേണ്ട എന്ന് അവർ പറഞ്ഞു. എങ്കിലും താനെടുത്ത തീരുമാനത്തിൽ ജാക്മ വളരെ ഉറച്ചു നിന്നു. തീർച്ചയായും ഈ ബിസിനസ് വിജയിക്കുമെന്നും അദ്ദേഹം ദൃഢമായി വിശ്വസിച്ചു. അതുകൊണ്ട് താൻ ചെയ്തുകൊണ്ടിരുന്ന അധ്യാപക ജോലി പൂർണ്ണമായും രാജിവെച്ച് ബിസിനസ്സിലേക്ക് ഇറങ്ങാൻ അദ്ദേഹം തീരുമാനിച്ചു. താൻ സംസാരിച്ച ആ 20 സുഹൃത്തുക്കളിൽ വെറും 2 സുഹൃത്തുക്കൾ മാത്രമാണ് അദ്ദേഹത്തിനോടൊപ്പം ബിസിനസ്സിൽ പങ്കാളിയാകാൻ സമ്മതിച്ചത്. അവർ ഓരോരുത്തരും 10,000 യുവാൻ വീതം ബിസിനസ്സിൽ നിക്ഷേപിച്ചു. ജാക്മ തന്റെ സാമ്പത്തികമായ ഏകദേശം 30,000 യുവാൻ പുറമെ പലയിടങ്ങളിൽ നിന്നായി കടം വാങ്ങി 50,000 യുവാൻ കൂടി ഒപ്പിച്ചു. അങ്ങനെ ആകെ മൊത്തം 1,00,000 യുവാൻ ഇറക്കി GHITC എന്നൊരു കമ്പനി അവർ ആരംഭിച്ചു. അത് എന്താണെന്നാൽ ഈ GHITC എന്ന് വെച്ചാൽ ഹോങ്ഷ ചിനായ ഹോപ്പ് ഇൻട്രസ്റ്റ് ടെക്നോളജി കമ്പനി എന്നതിന്റെ ചുരുക്കപ്പേരാണ്. ഇത് ചൈന പേജ് എന്നും അറിയപ്പെടുന്നു. 1995 ഏപ്രിൽ മാസത്തിലാണ് ജാക്മ ഈ സ്ഥാപനം ആരംഭിക്കുന്നത്. അമേരിക്കയിൽ വച്ച് തന്റെ ട്രാൻസ്ലേഷൻ കമ്പനിയെക്കുറിച്ച് ഇന്റർനെറ്റ് നൽകിയപ്പോൾ ഉടനെ തന്നെ 5 ക്ലയന്റുകളെ ലഭിച്ച ആ ഒരു ആത്മവിശ്വാസത്തിലാണ് അദ്ദേഹം ഇങ്ങനെ ഒരു സ്ഥാപനം തുടങ്ങിയത്. എന്നാൽ കമ്പനി ആരംഭിച്ചതിന് ശേഷമാണ് അദ്ദേഹത്തിന് ചില യാഥാർത്ഥ്യങ്ങൾ ബോധ്യപ്പെടാൻ തുടങ്ങിയത്. ജാക്മ ഹോങ്ഷ നഗരത്തിലുള്ള ചില കയറ്റുമതി കമ്പനികളുടെ അടുക്കൽ ചെന്ന് നിങ്ങളുടെ കമ്പനിയുടെ വിവരങ്ങൾ നൽകൂ, വെറും 4,000 യുവാൻ മാത്രം തരൂ, നിങ്ങളുടെ കമ്പനിയെ ഞാൻ ലോകം മുഴുവനും എത്തിക്കാം, ലോകത്തിലുള്ള എല്ലാവരും നിങ്ങളുടെ ഉപഭോക്താക്കളായി മാറും, നിങ്ങളുടെ ബിസിനസ് വളരെ വലിയ രീതിയിൽ വർദ്ധിക്കും എന്നിങ്ങനെ വലിയ വാഗ്ദാനങ്ങൾ നൽകി സംസാരിച്ചു. എന്നാൽ ആ കമ്പനിയുടെ മുതലാളി ഇന്റർനെറ്റ് എന്നാൽ എന്താണെന്ന് ചോദിച്ചു. ഇന്റർനെറ്റ് എന്നാൽ കമ്പ്യൂട്ടറിൽ വരുന്ന ഒന്നാണെന്ന് ജാക്മ മറുപടി നൽകി. അപ്പോൾ കമ്പ്യൂട്ടർ എന്നാൽ എന്താണെന്ന് ആ മുതലാളി വീണ്ടും ചോദിച്ചു. അതെ, 1995 ചൈനയിലെ അവസ്ഥ ഇങ്ങനെ ഉണ്ടായിരുന്നു. ആർക്കും തന്നെ ഇന്റർനെറ്റ് എന്നാൽ എന്താണെന്ന് പോലും അറിയില്ലായിരുന്നു. ഇന്റർനെറ്റ് മാത്രമല്ല, കമ്പ്യൂട്ടറിനെ കുറിച്ച് പോലും ഭൂരിഭാഗം ആളുകൾക്ക് അറിയില്ലായിരുന്നു. അതുമാത്രമല്ല, അദ്ദേഹം താമസിച്ചിരുന്ന ഹോങ്ഷ നഗരത്തിൽ അന്ന് ഇന്റർനെറ്റ് കണക്ഷൻ പോലും ഇല്ലായിരുന്നു. ഒന്ന് ആലോചിച്ചു നോക്കൂ, ഇന്ന് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും നന്നായി അറിയാം. നിങ്ങൾക്ക് ഒരു സ്ഥാപനമോ കമ്പനിയോ ഉണ്ടെങ്കിൽ നിങ്ങളെക്കുറിച്ച്, നിങ്ങളുടെ കമ്പനിയെക്കുറിച്ചും ഫേസ്ബുക്ക്, യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാം എന്നിടങ്ങളിൽ പരസ്യം നൽകാൻ പറ്റും. കാരണം ഇന്ന് എല്ലാവരുടെയും കൈവശം മൊബൈലുകളും കമ്പ്യൂട്ടറുകളും ഇന്റർനെറ്റും ഉണ്ട്. ദിവസവും 1 GB-യിലധികം ഡേറ്റ നമ്മൾ ഉപയോഗിക്കുന്നു. എന്നാൽ അക്കാലത്ത് പോലും ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നാൽ എന്താണെന്ന് ചോദിക്കുന്ന ആളുകൾ ഇന്നുമുണ്ട്. 2026-ൽ പോലും ഇതാണ് അവസ്ഥയെങ്കിൽ 30 വർഷങ്ങൾക്ക് മുമ്പത്തെ അവസ്ഥ ഒന്ന് ആലോചിച്ചു നോക്കൂ. അങ്ങനെയുള്ള കയറ്റുമതി കമ്പനികൾക്ക് ഇന്റർനെറ്റ് വെബ്സൈറ്റ് എന്താണെന്ന് ഒട്ടും അറിയില്ലായിരുന്നു. അവർ കമ്പ്യൂട്ടറിനെയും ഇന്റർനെറ്റിനെയും കുറിച്ച് ചില അടിസ്ഥാന ചോദ്യങ്ങൾ ചോദിക്കുമായിരുന്നു. അവർ ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങൾക്കും നമ്മുടെ ജാക്മ വളരെ ക്ഷമയോടെ മറുപടി നൽകുമായിരുന്നു. ഇവിടെ നോക്കൂ, നിങ്ങളുടെ കമ്പനികൾക്കായി ഇന്റർനെറ്റിൽ ഒരു പ്രത്യേകം വെബ്സൈറ്റ് നിർമ്മിക്കാം. ഈ വെബ്സൈറ്റ് കണ്ട് നിങ്ങളുടെ കമ്പനിയെ കുറിച്ച് മനസ്സിലാക്കി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ഓർഡറുകൾ വരും എന്ന് അദ്ദേഹം പറഞ്ഞു. ജാക്മ ഇത്രയൊക്കെ ക്ഷമയോടും വിവരിച്ചു കൊടുത്തെങ്കിലും ആർക്കും ഒന്നും മനസ്സിലായില്ല. ജാക്മയ്ക്ക് ഓർഡറുകളൊന്നും ലഭിച്ചതുമില്ല. എങ്കിലും വലിയ പ്രതീക്ഷയോടെ അദ്ദേഹം പല സ്ഥലങ്ങളിൽ ശ്രമിച്ചുകൊണ്ടിരുന്നു.
അങ്ങനെ ഇടയ്ക്കിടെ ഓരോ ചെറിയ ഓർഡറുകൾ ലഭിക്കാൻ തുടങ്ങി. ഈ ഒരു സമയത്താണ് ജാക്മയെ സഹായിച്ച മറ്റാരുമല്ല, അദ്ദേഹത്തിന്റെ വിദ്യാർത്ഥികൾ തന്നെയാണ്. ജാക്മയുടെ ഇംഗ്ലീഷ് ഇൻസ്റ്റിറ്റ്യൂട്ടിലും YMCA ഇംഗ്ലീഷ് പഠിക്കാൻ വന്നിരുന്ന ചില വിദ്യാർത്ഥികൾ അദ്ദേഹം പഠിപ്പിച്ചു കൊടുത്ത ഇംഗ്ലീഷ് അറിവ് വെച്ച് ചില നല്ല കമ്പനികളിൽ ജോലി ചെയ്യുകയുണ്ടായിരുന്നു. ആ വിദ്യാർത്ഥികളുടെ കോൺടാക്ട്സ് വഴി അപ്പോൾ ജാക്മയ്ക്ക് ചില ഓർഡറുകൾ ലഭിക്കാൻ തുടങ്ങി. വിദ്യാർത്ഥികൾ വഴി ചില ഓർഡറുകൾ ലഭിച്ചെങ്കിൽ അക്കാലത്ത് ഹോട്ട്ഷാർ നഗരത്തിൽ ഇന്റർനെറ്റ് ഇല്ലായിരുന്നല്ലോ. അപ്പോൾ ഒരു കമ്പനി മുതലാളി ജാക്മയോട് ചോദിച്ചു, എന്റെ കമ്പനിയെ കുറിച്ചുള്ള വിവരങ്ങൾ നീ ഇന്റർനെറ്റ് വെബ്സൈറ്റ് വഴി നൽകുമെന്നും അതിലൂടെ എനിക്ക് ഓർഡറുകൾ ലഭിക്കുമെന്നും നീ പറയുന്നു. ശരി, നീ പറയുന്നത് വിശ്വസിച്ച് ഇപ്പോൾ ഞാൻ നിനക്ക് ഓർഡർ നൽകാം. നീ ഈ 4000 യുവാൻ വാങ്ങിയിട്ട് എന്റെ കമ്പനിയുടെ വെബ്സൈറ്റ് നിർമ്മിച്ചില്ല എങ്കിൽ ഞാൻ ആരെയാണ് വിശ്വസിക്കുക? നിന്നെ വിശ്വസിച്ച് ഞാൻ എങ്ങനെ പണം നൽകും? നീ വെബ്സൈറ്റ് നിർമ്മിച്ചുവെന്ന് ഞാൻ എങ്ങനെ പരിശോധിക്കും? കാരണം നമ്മുടെ നഗരത്തിൽ ഇന്റർനെറ്റ് കണക്ഷൻ പോലും ഇല്ലല്ലോ എന്ന് ആ ഉപഭോക്താവ് ചോദിച്ചു. ഇതിനൊരു പ്രതിസന്ധി പരിഹരിക്കാൻ നമ്മുടെ ജാക്മ എന്ത് ചെയ്തെന്ന് വെച്ചാൽ, നമ്മുടെ നഗരത്തിൽ ഇന്റർനെറ്റ് കണക്ഷൻ ഇല്ല എന്നത് ശരിയാണ്, എന്നാൽ ചില മറ്റു നഗരത്തെ ഇന്റർനെറ്റ് ഉണ്ടല്ലോ, അവിടെ നിന്ന് നിങ്ങളുടെ കമ്പനിയുടെ നിർമ്മിച്ച വെബ്സൈറ്റ് കളർ സെറോക്സ് എടുത്ത് പ്രിന്റ് ഔട്ട് ആയി നിങ്ങളുടെ കൈകളിൽ കൊണ്ടുവന്ന് കാണിക്കാമെന്ന് പറഞ്ഞു. ഇതിലൂടെ ചില ഉപഭോക്താക്കൾ അദ്ദേഹത്തെ വിശ്വസിക്കാൻ തുടങ്ങി. അതായത് ആ കമ്പനിയുടെ വെബ്സൈറ്റ് കളർ പ്രിന്റ് ഔട്ട് എടുത്ത് കാണിച്ചതിന് ശേഷമാണ് അവർ വിശ്വസിക്കാൻ വന്നത്. ഈ ഒരു പ്രശ്നം അദ്ദേഹം ഒരുവിധം പരിഹരിച്ചു. എന്നാൽ തൊട്ടു പിന്നാലെ അടുത്ത പ്രശ്നം ചേർന്ന് വന്നു. ഹോങ്ഷാൻ നഗരത്തിൽ ഇന്റർനെറ്റ് കമ്പനി ആരംഭിച്ച അധികം വൈകാതെ തന്നെ അദ്ദേഹത്തെ പോലെ മറ്റു 2 പേർ കൂടി ഇന്റർനെറ്റ് കമ്പനികൾ ആരംഭിച്ചു. ഇന്റർനെറ്റ് ടെക്നോളജി, ചൈനീസ് സ്റ്റാർ എന്നിങ്ങനെ 2 സാമ്പത്തിക ശേഷിയുള്ള 2 കമ്പനികൾ രൂപീകൃതമായി. ഇതിപ്പോ എന്താ, ഇന്റർനെറ്റ് ബിസിനസിനെ കുറിച്ച് അധികമാർക്കും അറിയില്ല, അതുകൊണ്ട് ഈ മേഖലയിൽ മത്സരങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് കരുതിയാണ് നമ്മൾ വന്നത്. എന്നാൽ ഇവിടെ ഇപ്പോൾ മത്സരം വന്നിരിക്കുകയാണ്. ഉള്ള കുറഞ്ഞ ഉപഭോക്താക്കളെ ഈ 3 കമ്പനികളും കൂടി പങ്കുവെക്കേണ്ടി വരുമല്ലോ എന്ന് ഓർത്ത് അദ്ദേഹം വിഷമിച്ചിരുന്നു. ഈ ഒരു ഘട്ടത്തിലാണ് ജാക്മ കുറച്ചുകൂടെ വ്യത്യസ്തമായി ചിന്തിച്ചത്. സംസാരിച്ചിരുന്നിട്ട് കാര്യമില്ല, നമുക്ക് നമ്മുടെ സ്ഥാപനം ബെൽജിയം നഗരത്തിലേക്ക് മാറ്റാം. അങ്ങോട്ട് മാറുകയാണെങ്കിൽ അവിടെ ഇന്റർനെറ്റ് കണക്ഷൻ ഉണ്ട്. അവിടുത്തെ ജനങ്ങൾക്ക് കമ്പ്യൂട്ടർ എന്താണെന്നും ഇന്റർനെറ്റ് എന്താണെന്നും കുറച്ചെങ്കിലും അറിയാം. അതുകൊണ്ട് അവിടെ നമുക്ക് ബിസിനസ് കുറച്ചുകൂടി നന്നായി മുന്നോട്ട് കൊണ്ടുപോകാം. അതുമാത്രമല്ല, ബെൽജിയം നഗരത്തിൽ ഒരുപാട് കയറ്റുമതി കമ്പനികളുണ്ട്, അതുകൊണ്ട് തീർച്ചയായും നമ്മുടെ ബിസിനസ് വർദ്ധിക്കും എന്ന് അദ്ദേഹം കരുതി. അങ്ങനെ അദ്ദേഹം തന്റെ കമ്പനിയെ ബെൽജിയം നഗരത്തിലേക്ക് മാറ്റി. ബെൽജിയം ജാക്മയുടെ അടുത്ത് പഠിച്ച ചില വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്നു. അവർ വഴി ചില ഓർഡറുകൾ ലഭിച്ചു. അത്തരത്തിലും ജാക്മയ്ക്ക് അടുത്ത് പഠിച്ച ഒരു പെൺകുട്ടി അവിടെ ഒരു വലിയ സ്റ്റാർ ഹോട്ടലിലെ റിസപ്ഷനിസ്റ്റിനായി ജോലി ചെയ്തിരുന്നു. ആ പെൺകുട്ടിയോട് സംസാരിച്ച് ആ ഹോട്ടലിനായി അവർ ഒരു വെബ്സൈറ്റ് നിർമ്മിച്ചു നൽകി. അതേ കാലഘട്ടത്തിലാണ് ബെൽജിയം നഗര ഏകരാഷ്ട്രസഭയുടെ 4th വേൾഡ് കോൺഫറൻസ് ഓഫ് വുമൻ, അതായത് 4ാമത്തെ അന്താരാഷ്ട്ര വനിതാ സമ്മേളനം നടക്കുന്നത്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഒരുപാട് സ്ത്രീകൾ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ ബെൽജിയം നഗരത്തിൽ എത്തിച്ചേർന്നു. അപ്പോൾ അവർ ഭൂരിഭാഗം പേരും താമസിച്ചത് ലാക്വി ഹോട്ടലിലായിരുന്നു. ആ ഹോട്ടലിന്റെ മുതലാളിക്ക് തന്നെ വലിയ അത്ഭുതമായിരുന്നു. കാരണം നമ്മുടെ ഹോട്ടലിനേക്കാൾ മികച്ച 2-3 നല്ല ഹോട്ടലുകൾ ഇവിടെയുണ്ട്. എന്നാൽ ഇതൊക്കെ വിട്ടിട്ട് എങ്ങനെയാണ് ഇത്രയധികം വിദേശ വ്യക്തികൾ നമ്മുടെ ഹോട്ടലിൽ തിരഞ്ഞെടുത്ത് വന്ന് താമസിക്കുന്നത് എന്ന് അദ്ദേഹം അത്ഭുതപ്പെട്ടു. നിങ്ങൾക്ക് എങ്ങനെയാണ് എന്റെ ഹോട്ടലിനെ കുറിച്ച് അറിവ് ലഭിച്ചത് എന്ന് ആ മുതലാളി തന്നെ ഉപഭോക്താക്കളോട് ചോദിച്ചു. അപ്പോഴാണ് അവർ പറയുന്നത്, ഞങ്ങൾ ഇന്റർനെറ്റ് നോക്കിയാണ് വന്നത്. നിങ്ങളുടെ ലാക്വി ഹോട്ടലിന്റെ വെബ്സൈറ്റ് വളരെ നന്നായിരുന്നു, നല്ല റിവ്യൂ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ താമസിച്ചത്. ഇപ്പോഴും ആ മുതലാളിക്ക് കാര്യം മനസ്സിലായത്. നമ്മൾ അന്ന് വെബ്സൈറ്റ് നിർമ്മിക്കാൻ പണം നൽകിയത് കൊണ്ടാണ് ഇത്രയധികം ക്ലയന്റുകൾ നമുക്ക് ലഭിച്ചതെന്നും അദ്ദേഹം തിരിച്ചറിഞ്ഞു. വെബ്സൈറ്റ് വഴി ഇത്രയധികം നേട്ടങ്ങൾ ഉണ്ടോ എന്ന് ആ മുതലാളിക്ക് നന്നായി തെളിഞ്ഞു മനസ്സിലായി. ഈ ഒരു സംഭവത്തിന് ശേഷം ജാക്മ താൻ ഓർഡറുകൾ ചോദിച്ചു ചെല്ലുന്ന എല്ലാ ഉപഭോക്താക്കളോടും ഈ കഥ പറയാൻ തുടങ്ങി. ഇതുപോലെ നിങ്ങളുടെ സ്ഥാപനത്തിനായി ഒരു വെബ്സൈറ്റ് ഉണ്ടെങ്കിൽ അത് എപ്പോൾ വേണമെങ്കിലും നിങ്ങളെ സഹായിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. അതിന് പലർക്കും വിശ്വാസവും നൽകി. ഇതിലൂടെ ജാക്മയുടെ കമ്പനി പതുക്കെ വളരാൻ തുടങ്ങി. ഇത്തരത്തിൽ ഒരുപാട് ഉദാഹരണങ്ങൾ പറയാൻ സാധിക്കും. അദ്ദേഹത്തിന്റെ വെബ്സൈറ്റ് വഴി ചില കയറ്റുമതി കമ്പനികൾക്കും നല്ല ഓർഡറുകൾ ലഭിക്കുകയുണ്ടായി. ഇതൊക്കെ കാണിച്ച് അദ്ദേഹം ബിസിനസ്സുകൾ നേടിക്കൊണ്ടിരുന്നു. ഇങ്ങനെ കമ്പനി നന്നായി വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് വളരെ വലിയ ഒരു പ്രാരാബ്ധം അദ്ദേഹത്തിന്റെ തലയിൽ വീഴുന്നത്. വെസ്റ്റ് ലേക്ക് നെറ്റ്വർക്ക് എന്ന പേരിൽ മറ്റൊരു പുതിയ ഇന്റർനെറ്റ് കമ്പനി ബെൽജിയം നഗരത്തിൽ ആരംഭിച്ചു. ജാക്മയുടെ കമ്പനി ചെയ്ത അതേ ജോലി തന്നെയാണ് ഈ കമ്പനിയും ചെയ്തു വരുന്നത്. നിങ്ങളുടെ കമ്പനികൾക്കായി ഞങ്ങൾ വെബ്സൈറ്റ് നിർമ്മിച്ചു നൽകാം, ഒരുപാട് ഉപഭോക്താക്കളെ നേടിത്തരാം എന്ന് ഈ കമ്പനിയും പറഞ്ഞു. അതുമാത്രമല്ല, നിങ്ങൾ വെറും 1000 യുവാൻ മാത്രം നൽകിയാൽ മതി, അത് ധാരാളമെന്ന് അവർ പറഞ്ഞു. ജാക്മ ഇതേ സേവനം 4000 യുവാൻ ഈടാക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് പുതിയ കമ്പനി വെറും 1000 യുവാനെ ഇതേ സേവനം നൽകാമെന്ന് പറഞ്ഞത്. അതുകൊണ്ട് പല ഉപഭോക്താക്കളും ആ പുതിയ കമ്പനിയുടെ അടുക്കൽ പോകാൻ തുടങ്ങി. ഒരു എതിരാളി കമ്പനി വന്നാൽ മറ്റൊരു കമ്പനി നൽകുന്ന വിലയുടെ പകുതി വിലയെങ്കിലും സർവീസ് നൽകിയില്ലെങ്കിൽ കുഴപ്പമില്ല, അതായത്
അതായത് ജാക്മ 4000 യുവാന് നൽകിയ സർവീസ് അവർ പകുതി വിലയായ 2000 യുവാന് നൽകിയിരുന്നെങ്കിൽ മനസ്സിലാക്കാമായിരുന്നു. എന്നാൽ അതിലും കുറച്ച് 1000 യുവാന് ഈ പുതിയ കമ്പനി സർവീസ് നൽകുകയെന്ന് ഓർത്ത് ജാക്മ അത്ഭുതപ്പെട്ടു പോയി. ഇതിലും ജാക്മയുടെ കമ്പനി പതുക്കെ തകരാൻ തുടങ്ങി. അദ്ദേഹത്തിന് നേരത്തെ ഉണ്ടായിരുന്ന ഉപഭോക്താക്കൾ മാത്രം ഉണ്ടായിരുന്നത് പുതിയ ഉപഭോക്താക്കളെ ലഭിക്കുന്നതിൽ വലിയ ബുദ്ധിമുട്ടുകൾ നേരിട്ടു. ഈ ഒരു അവസരം മുതലെടുത്തുകൊണ്ട് ആ വെസ്റ്റിലേക്ക് കമ്പനി ജാക്മ നിങ്ങളുടെ GHITC കമ്പനി ഞങ്ങൾ വാങ്ങിക്കൊള്ളാമെന്ന് പറഞ്ഞു. എന്നാൽ ജാക്മയ്ക്ക് തന്റെ കമ്പനി വിൽക്കാൻ ഒട്ടും മനസ്സില്ലായിരുന്നു. ഉടനെ തന്നെ ആ കമ്പനിക്കാർ പറഞ്ഞു, ശരി, അല്ലെങ്കിൽ നമ്മുടെ 2 കമ്പനികളും തമ്മിൽ മെർജ് ചെയ്ത് നമുക്കെല്ലാവർക്കും ഒന്നിച്ചു ചേർന്ന് പ്രവർത്തിക്കാം. ഞങ്ങളുടെ വലിയ കമ്പനി ആയതുകൊണ്ട് 70% ഓഹരികൾ ഞങ്ങളുടെ കൈവശമായിരിക്കും. നിങ്ങളുടെ കമ്പനിക്ക് 30% ഓഹരികൾ നൽകാം. നമുക്കെല്ലാവർക്കും ചേർന്ന് വലിയ വിപ്ലവം സൃഷ്ടിക്കാം. കമ്പനികളെ മെർജ് ചെയ്യിപ്പിക്കാമെന്ന് ജാക്മയോട് ആവശ്യപ്പെട്ടു. ജാക്മയുടെ കമ്പനിയും ആ പുതിയ കമ്പനിയും തമ്മിൽ മെർജ് ചെയ്യുകയാണെങ്കിൽ ഏകദേശം 6 ലക്ഷം യുവാൻ ജാക്മയ്ക്ക് ലഭിക്കുകയുണ്ടായിരുന്നു. ശരി, നമുക്ക് കുറച്ച് കടങ്ങളൊക്കെ ഉണ്ട്. നമ്മളെ വിശ്വസിച്ച് 2-3 പേർ ബിസിനസ്സിൽ പണം നിക്ഷേപിച്ചിട്ടുണ്ട്. അവർക്കൊക്കെ പണം തിരികെ നൽകണം. അതുകൊണ്ട് ഒന്നിച്ച് പ്രവർത്തിക്കാമെന്ന് കരുതി 2 കമ്പനികളും തമ്മിൽ മെർജ് ചെയ്യാൻ അദ്ദേഹം സമ്മതിച്ചു. ഇതിലൂടെ നമ്മുടെ ജാക്മയുടെ കയ്യിൽ 6 ലക്ഷം യുവാൻ ചേർന്നു വന്നു. ആ പണം കയ്യിൽ കിട്ടിയതും ആദ്യം തന്നെ അദ്ദേഹം ചെയ്തത് അമേരിക്കയിൽ നിന്ന് തനിക്ക് വെബ്സൈറ്റ് നിർമ്മിച്ചു നൽകിയ സ്റ്റുവർട്ടിന് നൽകാൻ ഉണ്ടായിരുന്ന ബാക്കി തുക മുഴുവനും നൽകി തീർത്തു. 5 വർഷത്തിനുള്ളിൽ നൽകി തീർക്കാമെന്ന് പറഞ്ഞ തുക 3 വർഷത്തിനുള്ളിൽ തന്നെ തീർത്തു നമ്മുടെ ജാക്മ. അതിനുശേഷം തനിക്കുണ്ടായിരുന്ന മറ്റു ചില കടങ്ങളും അദ്ദേഹം വീട്ടി തീർത്തു. അതുപോലെ തന്നെ തന്റെ കമ്പനിയെ വിശ്വസിച്ച് പണം നിക്ഷേപിച്ച 2 സുഹൃത്തുക്കൾക്കും നൽകേണ്ട ഓഹരികൾ കൃത്യമായി നൽകി. എല്ലാം നൽകി കഴിഞ്ഞപ്പോൾ ജാക്മയുടെ കയ്യിൽ പിന്നീട് തന്നെ ഒരു പണവും ശേഷിച്ചില്ല. സാരമില്ല, നമുക്ക് വീണ്ടും സമ്പാദിക്കാമെന്ന പ്രതീക്ഷയോടെ അദ്ദേഹം ഇരുന്നു. എന്നാൽ അപ്പോഴാണ് വെസ്റ്റിലെ കമ്പനിയുടെ യഥാർത്ഥ കളി ആരംഭിച്ചത്. നിങ്ങൾ ഇലോൺ മസ്കിന്റെ വിജയകഥ കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് കൃത്യമായി മനസ്സിലാക്കാം. കാരണം ഇലോൺ മസ്ക് തന്റെ ജീവിതത്തിൽ ഇതേ സംഭവമാണ് നടന്നത്. ഇതേപോലെ ഇലോൺ മസ്ക് പേപാൽ എന്നൊരു കമ്പനി ആരംഭിച്ചിരുന്നു. എന്നാൽ അദ്ദേഹത്തിന്റെ പിന്നിൽ നിന്ന് കുത്തിയവർ ആ കമ്പനിയിൽ നിന്ന് അദ്ദേഹത്തെ പുറത്താക്കുകയാണ് ഉണ്ടായത്. ഏകദേശം അതേ അവസ്ഥ തന്നെയാണ് ഇപ്പോൾ ജാക്മയ്ക്കും സംഭവിച്ചത്. ജാക്മ ആ കമ്പനിയുടെ ഡയറക്ടർമാരിൽ ഒരാളാണെന്ന് പറഞ്ഞിരുന്നു എങ്കിലും അദ്ദേഹം വെറും ഒരു ഡമ്മി ഡയറക്ടർ മാത്രമായിരുന്നു. അദ്ദേഹത്തിനോട് യാതൊരുവിധ ആലോചനകളും അവർ നടത്തിയിരുന്നില്ല. ആ കമ്പനിയിൽ അദ്ദേഹത്തെ കൂടാതെ മറ്റ് 5 ഡയറക്ടർമാർ കൂടെ ഉണ്ടായിരുന്നു. അവർ പറയുന്നതായിരുന്നു അവിടുത്തെ നിയമം. ജാക്മ ഒരു ഡമ്മി ഡയറക്ടർ ആയിരുന്നത് അവിടുത്തെ വെറും ജോലി ചെയ്യേണ്ടി വന്നു. ഓരോ ദിവസവും ജാക്മയ്ക്ക് അത് നരക തുല്യമായിരുന്നു. അപ്പോൾ ജാക്മയുടെ കമ്പനിയിലെ ജീവനക്കാരും ആ വെസ്റ്റിലേക്ക് കമ്പനിയിലെ ജീവനക്കാരും ഒരുമിച്ച് ജോലി ചെയ്തിരുന്നു. തനിക്കുണ്ടായിരുന്ന ആ പ്രശ്നങ്ങളെ കുറിച്ചും അപമാനങ്ങളെ കുറിച്ചും തന്റെ കമ്പനിയിലെ 40 ജീവനക്കാരോട് പറഞ്ഞ് അവർ മാനസികമായി വിഷമിക്കുമല്ലോ എന്ന് കരുതി അവരോടൊന്നും പറയാതെ ഓരോ ദിവസവും ആ നരകവേദന അദ്ദേഹം ഉള്ളിൽ ഒതുക്കി അനുഭവിച്ചു കൊണ്ടിരുന്നു. എങ്ങനെ ഇരുന്ന 9-8 മാസങ്ങൾ കടന്നുപോയി. ശരി, ഇനിമേൽ ഇവിടെ ഇങ്ങനെ ഒരു ഡമ്മിയായി തുടരുന്നില്ല. നമുക്ക് ഈ സ്ഥാപനത്തിൽ നിന്നും പൂർണ്ണമായി മാറാമെന്ന് അദ്ദേഹം തീരുമാനിച്ചു. പൊതുവെ ജാക്മ തന്റെ കമ്പനിയിലെ ജീവനക്കാരെ ഇടയ്ക്കിടയ്ക്ക് ട്രിപ്പുകൾ കൊണ്ടുപോകുക ഒരു ശീലമുണ്ടായിരുന്നു. അതുപോലെ നമുക്കൊരു ട്രിപ്പ് പോകാമെന്ന് പറഞ്ഞ് തന്റെ 40 ജീവനക്കാരെയും കൂട്ടിക്കൊണ്ട് അദ്ദേഹം പുറപ്പെട്ടു. ഒരു തടാകക്കരയിൽ പോയി അവർ പലരും സ്ഥലങ്ങളായി കണ്ടു. ഉച്ചഭക്ഷണമൊക്കെ കഴിഞ്ഞതിന് ശേഷം എല്ലാവരും ഒരേ ബസ്സിൽ തിരികെ വരികയായിരുന്നു. അങ്ങനെ മടങ്ങി വരുന്ന സമയത്താണ് ജാക്മ തന്റെ തീരുമാനം അവരോട് പറയുന്നത്. ഇതുപോലെ ഞാൻ നമ്മുടെ GHITC എന്ന സ്ഥാപനത്തിൽ നിന്നും രാജിവെച്ചിരിക്കുന്നു. ഇനി അദ്ദേഹം പറഞ്ഞു. അത് കേട്ടതും അദ്ദേഹത്തിന്റെ 40 ജീവനക്കാരും ആകെ അമ്പരന്നു പോയി. തലവരെ, നിങ്ങൾ തന്നെ പോയാൽ എങ്ങനെയാണ്? ഞങ്ങളുടെ ജോലി രാജിവെക്കുകയാണെന്ന് അവർ പറഞ്ഞു. അത് കേട്ടപ്പോൾ ജാക്മയ്ക്ക് വലിയ സന്തോഷം തോന്നി. നമ്മൾ നല്ലൊരു കൂട്ടം ജീവനക്കാരനെയാണ് സമ്പാദിച്ചു വെച്ചിരിക്കുന്നത് എന്ന് അദ്ദേഹം ഓർത്തു. അതേസമയം തന്നെ, ഇല്ല, ഞാൻ അടുത്തതായി എന്താണ് ചെയ്യാൻ പോകുന്നത് എനിക്ക് തന്നെ ഒരു അറിവില്ല. അതുകൊണ്ട് തൽക്കാലം നിങ്ങൾ ആരും തന്നെ ജോലി രാജിവെക്കേണ്ടതില്ല. സമയം വരും, ഞാൻ നല്ല മറുപടി പറയാം എന്ന് പറഞ്ഞ് അവരോട് യാത്ര പറഞ്ഞ് ജാക്മ അവിടെ നിന്നും ഇറങ്ങി. ജാക്മയുടെ ആ 40 ജീവനക്കാരും ഒരുപാട് സങ്കടപ്പെട്ടു. ഒന്ന് ആലോചിച്ച് നോക്കൂ, താൻ വളരെയധികം കഷ്ടപ്പെട്ട് പടുത്തുയർത്തിയ ഒരു സ്ഥാപനം മറ്റൊരാൾക്ക് നൽകി ഇറങ്ങി വരേണ്ടി വന്നാൽ ആ ഒരു അവസ്ഥ എങ്ങനെയിരിക്കും? ജാക്മ മാനസികമായി വളരെ തകർന്നു പോയി. അതുമാത്രമല്ല, കടങ്ങളെല്ലാം വീട്ടിൽ തീർത്തത് കൊണ്ട് ഇപ്പോൾ അദ്ദേഹത്തിന്റെ കൈകളിൽ ഒട്ടും പണമില്ലായിരുന്നു. പണമില്ലാത്തത് കൊണ്ട് അദ്ദേഹത്തിന് പുതിയൊരു ബിസിനസ് ആരംഭിക്കാൻ സാധ്യമല്ലായിരുന്നു. അതുകൊണ്ട് വീണ്ടും ഒരു ജോലിക്ക് തന്നെ പോകണമെന്ന് ജാക്മ തീരുമാനിച്ചു. സാധാരണ ഒരു വ്യക്തി ജോലി ചെയ്തു കൊണ്ടിരിക്കുമ്പോൾ അത് തുടർന്ന് പോയാൽ ബുദ്ധിമുട്ടില്ല. എന്നാൽ ഒരു ബിസിനസ് ആരംഭിച്ചു തന്റെ കീഴിൽ ഒരുപാട് പേര് ജോലിക്ക് വെച്ച് ഭരിച്ച ഒരു വ്യക്തി വീണ്ടും മറ്റൊരാളുടെ കീഴിൽ പോയി ജോലി ചെയ്യേണ്ടി വരിക എന്ന് പറയുന്നത് എത്രത്തോളം കഠിനമായ ഒരു കാര്യമാണെന്ന് ആലോചിച്ചു നോക്കൂ. ആ ഒരു കഠിനമായ അവസ്ഥയാണ് ഇനി ജാക്മയ്ക്ക് അനുഭവിക്കാൻ പോകുന്നത്. ജാക്മ വീണ്ടും ജോലിക്ക് പോയോ? അങ്ങനെ ജോലിക്ക് പോയെങ്കിൽ അദ്ദേഹം ഏത് ജോലിയാണ് ചെയ്തത്? അതോ ജാക്മ വീണ്ടും പുതിയ ഒരു കമ്പനി ആരംഭിച്ച് ബിസിനസ് ചെയ്തോ? അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അടുത്ത് എന്തായി സംഭവിച്ചത് എന്നത് നമുക്ക് അടുത്ത അധ്യായത്തിൽ കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്ത് നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ.